ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഫുട്ബോൾ എങ്ങനെയെന്നും ഒരു ബോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുമാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു ഷുഗർ പേസ്റ്റ് കൊണ്ട് ഒരു നല്ല കുറച്ച് വലിപ്പമുള്ള ഒരു ചെറിയ ബോൾ ഉരുട്ടിയെടുക്കുക. പിന്നെ ബ്ലാക്കും വൈറ്റും കൊണ്ട് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ചെറിയ ചെറിയ ബോളുകൾ ഉരുട്ടി ഉണ്ടാക്കി വെക്കുക. പിന്നെ അതിന് ശേഷം ആ വലിയ ബോളിലേക്ക് ഈ ചെറിയ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ചെറിയ ബോൾസുകൾ അതിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്യുക. ആദ്യം ഒരു ബ്ലാക്ക് വെച്ച ശേഷം ചുറ്റും ഒരു 5 വൈറ്റ് വെക്കുക. അതിന് ശേഷം ഓരോ ഗ്യാപ്പിലും ബ്ലാക്ക് വൈറ്റ് എന്നുള്ള രീതിയിൽ ഇടവിട്ട് വെച്ച് ഒട്ടിച്ച് വെക്കുക. അതിൻ്റെ അവസാനം അതൊന്ന് നല്ല രീതിയിലൊന്ന് ഉരുട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു ഫുട്ബോൾ കിട്ടുന്നതാണ്. ഇത് തന്നെ നമുക്ക് വേറൊരു എളുപ്പത്തിൽ തന്നെ വേറൊരു രൂപത്തിൽ കൂടി ഉണ്ടാക്കുക. ആദ്യം ഒരു ബോൾ ഉരുട്ടിയ ശേഷം ബ്ലാക്കും വൈറ്റും ചെറിയ ടിമ്പിൾ കൊണ്ട് നോസിൽ കൊണ്ട് അത് ബ്ലാക്കും വൈറ്റും ഇതുപോലെ കുത്തിയെടുത്തിട്ട് എടുക്കുക. അതും ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ബ്ലാക്ക് വെച്ച് അതിന് ചുറ്റും 5 വെച്ച് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് ഒന്ന് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫുട്ബോൾ വളരെ എളുപ്പത്തിൽ ഫുട്ബോൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്യാതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒരു ഫുട്ബോൾ ഉണ്ടാക്കുന്നതാണ്. വളരെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന നമുക്കൊരു ബോ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2 റൗണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഒരു ചെറിയ പീസ് കൊണ്ട് 2 റിബണിൻ്റെ അറ്റം പോലെ കട്ട് ചെയ്തെടുക്കുക. അത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വെക്കുക. പിന്നെ റൗണ്ട് കട്ട് ചെയ്തത് നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ റിബൺ റൗണ്ട് കട്ട് ചെയ്തെടുത്തത് പകുതിയായി കട്ട് ചെയ്ത ശേഷം അത് ഒരു ബ്രഷ് കുറച്ച് വെള്ളം എടുത്ത് അത് തമ്മിൽ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊടുത്ത് രണ്ടും കൂടെ തമ്മിൽ ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ച ശേഷം അത് 2 സൈഡും പിടിച്ച് ഒന്ന് വലിച്ച ശേഷം അത് 2 അറ്റവും കൂടെ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമുക്കൊരു ബോയുടെ ഒരു സൈഡ് കിട്ടും. അതേപോലെ തന്നെ അടുത്തതും അതേപോലെ തന്നെ എടുത്ത് അത് നമ്മളൊന്ന് വലിച്ച് അത് 2 സൈഡ് അറ്റവും കൂട്ടി വെക്കുമ്പോൾ ബോ കിട്ടും. അതൊരു അടിയിൽ വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കഷ്ണം കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിബൺ കിട്ടും. ഈ ബോ വളരെ നല്ല ഒരു ബോ തന്നെ കിട്ടുന്നതാണ്.